നരകം എന്നതൊരു തികഞ്ഞ യാഥാർത്ഥ്യമാകുന്നു. വിശുദ്ധനായ ദൈവം തന്നോട് മത്സരിക്കുന്ന, തൻ്റെ രക്ഷയെ തള്ളിക്കളഞ്ഞവരെ ഒടുവിൽ ഇട്ടുകളയുവാൻ പോകുന്ന സ്ഥലമെന്നാണ് ബൈബിൾ അതേക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അത് തികച്ചും ഭയാനകവും ഭീകരവുമായ സ്ഥലമാണ്, സുഖമായ സ്ഥലമല്ല എന്ന് ചുരുക്കം. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോകത്തിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനെതിരെ ലോകവും ലോകത്തിൻ്റെ പ്രഭുവായ പിശാചും എക്കാലത്തും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനൊരു അവസാനം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് നാം മറന്നുപോകരുത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ അതിനുള്ള ഉറപ്പ് ദൈവം നൽകിയിട്ടുണ്ട്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലമാകുന്നു നരകം. എങ്കിലും പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങി ഒരു വലിയ ജനസമൂഹം നരകത്തിലേക്കുള്ള അവിശാലമായ പാതയിൽ യാത്രയിലാണ്. യെഹെസ്കേൽ പ്രവചനം 39 അധ്യായം. ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി വേർതിരിച്ച് രൂപപ്പെടുത്തിയ അബ്രഹാമിൻ്റെ സന്തതികൾ ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും ദൈവം അയച്ച അവരുടെ മശിഹായെ ത്യജിച്ചപ്പോൾ, അനേകം മുന്നറിയിപ്പുകൾ നൽകിയതിന് ശേഷം ദൈവം ആ ജാതിയെയും തള്ളിക്കളഞ്ഞു. ഇത് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. രക്ഷാചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായൊരു വസ്തുത എന്തെന്നാൽ, യഹൂദജാതി തങ്ങളുടെ പാപത്താലും സ്വാർത്ഥതയാലും ദുഷ്ടതയാലും ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ ഒരുക്കിയ മാർഗത്തിന് തടസ്സം സൃഷ്ടിച്ചപ്പോൾ, ദൈവം സകല ജാതികളിൽ നിന്നും വീണ്ടെടുത്ത ഒരു കൂട്ടത്തെ കൊണ്ടൊരു പുതിയ മാർഗമുണ്ടാക്കി. അതാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. യഹൂദജാതിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പരിതാപകരവും ദുഃഖകരമായ അവസ്ഥയാണ്. യഹൂദജാതിയെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, ലോകത്തിന് ജീവനുള്ള ദൈവത്തെ കാണിക്കുക എന്നതാണ് സഭയുടെ ഉദ്ദേശം. അതേസമയം ഇസ്രായേലിനു വേണ്ടി ദൈവത്തിന് വളരെ ഉറപ്പായ ഒരു പദ്ധതിയുണ്ട്. ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ ഭൂമിയിൽ നിന്നും എടുത്തു മാറ്റിയതിന് ശേഷം ഇസ്രായേൽ വീണ്ടും ദൈവത്തിൻ്റെ പരിപാടിയുടെ ഭാഗമാകുവാൻ പോകുന്നു. ആ നാളുകളിൽ ഇസ്രായേലിനെതിരെ വരുന്ന ഒടുവിലത്തെ ശത്രുവിനെക്കുറിച്ചാണ് യെഹെസ്കേൽ പ്രവചനം 38 39 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആ ശത്രു ഗോഗ് ആകുന്നു. ഗോഗ് ആരാകുന്നു എന്നും അവർ എന്തിനാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്നും നാം 38 അധ്യായത്തിൽ നിന്നും കണ്ടു കഴിഞ്ഞു. ഇനിയും അടുത്ത ചോദ്യം, എപ്പോഴാണ് ഈ ഗോഗ് ഇസ്രായേലിനെതിരെ വരുന്നത് എന്നാണ്. ഈ കാര്യത്തിൽ വേദപണ്ഡിതർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ചിലർ ചിന്തിക്കുന്നത് ഈ യുഗത്തിൻ്റെ ഒടുവിലായിരിക്കുമെന്നാണ്, സഭ എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ. വേറെ ചിലർ പറയുന്നത് ഈ ആക്രമണം മഹാപീഡനത്തിൻ്റെ ആരംഭത്തിലാകുന്നു എന്നത്രേ. ഇത് മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിലായിരിക്കുമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. വേറെ ചിലർ ഇത് സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിലായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഏതായാലും വ്യത്യസ്തമായ ഈ ചിന്താഗതികളുടെ വിശദീകരണത്തിനായി ഞാൻ ശ്രമിക്കുന്നില്ല. യെഹെസ്കേൽ പ്രവചനം 38 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പറയുന്നത് പോലെ, അന്ത്യകാലത്ത് പണ്ടത്തെ ഗോഗ് ഇസ്രായേലിനെ ആക്രമിക്കും എന്നതാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. അന്ത്യകാലം എന്നത് മറ്റ് പ്രവാചക പുസ്തകങ്ങളിൽ കാണുന്നത് പോലെ ഒരു സാങ്കേതിക പദപ്രയോഗമാണ്. ഇത് പ്രത്യേകാൽ മഹാപീഡനകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എതിർക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു ശക്തി പ്രാപിക്കുന്ന സമയമായിരിക്കും. ഒരു സമാധാനത്തിൻ്റെ വേദിയിൽ അവൻ വന്ന് ശക്തി ആർജിക്കാൻ പോകുന്നു. ആരെ? അന്തിക്രിസ്തു. അതിൻ്റെ ഫലമായി പീഡനത്തിൻ്റെ ആദ്യ പകുതിയിൽ കൃത്രിമമായൊരു സമാധാനം ഉണ്ടാകുന്നതാണ്.
തുടർന്ന് ആ 7 വർഷത്തിൻ്റെ, അതായത് മഹാപീഡനകാലം, ആ 7 വർഷത്തിൻ്റെ മധ്യത്തിൽ റഷ്യ വടക്ക് നിന്നും ഇസ്രായേൽ ദേശത്തേക്ക് വരുന്നതാണ്. അന്തിക്രിസ്തു ഉണ്ടാക്കിയ തെറ്റായ സമാധാനം തകർന്നതിലൂടെ ഈ ശത്രു മഹാപീഡനത്തിൻ്റെ ആക്കം കൂട്ടുകയും ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യും എന്ന് നാം വായിക്കുന്നു. ഞാൻ 38 അധ്യായത്തിൻ്റെ 8 വാക്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ഇസ്രായേൽ സ്വദേശത്ത് മടങ്ങിയെത്തിക്കഴിയുമ്പോൾ അവൻ അന്തിക്രിസ്തുവിൻ്റെ അധീനത്തിലായിത്തീരും. അവൻ ഭൂമിയിൽ സമാധാനം വന്നു എന്നും ഭൂമിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തി എന്നും ഇപ്പോൾ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കുകയാകുന്നു എന്നുമുള്ള ഒരു വിശ്വാസം മനുഷ്യരിലുണ്ടാക്കും, പ്രത്യേകിച്ച് ഇസ്രായേലിലുണ്ടാക്കും. എന്നാൽ ഇത് സത്യമല്ല. പീഡനകാലത്തിൻ്റെ മധ്യത്തിൽ വടക്ക് നിന്നുള്ള ശത്രു അവർക്കെതിരെ വരുമ്പോഴേക്കും അവർ അത് തിരിച്ചറിയും. 38 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരുത്തും. ഇസ്രായേൽ ഇപ്പോൾ ശരിക്കും പ്രശ്നത്തിലായിരിക്കുന്നു. ഇനിയും അവർക്കുള്ള ഏക സഹായം ദൈവത്തിൽ നിന്നും മാത്രമാണ്. അതെ, ദൈവം തന്നെ ഗോഗിനെ നേരിട്ട് കൊള്ളും. യുദ്ധം പൊട്ടിപ്പുറപ്പെടും, മഹാപീഡനം ആരംഭിക്കും. ഒടുവിലത്തെ 3.5 വർഷക്കാലം അതിൻ്റെ എല്ലാ ഭീകരതയോടും കൂടെ അത് വെളിപ്പെടും. ഭൂലോകം മുഴുവനും കൂട്ടനാശത്തിൻ്റെ വേദിയാകും, യുദ്ധം നടമാടും. ഈ ചുരുങ്ങിയ കാലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ, ആ നാളുകൾ ചുരുങ്ങാതെ ഇരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്നത്രേ. ദൈവത്തിനെതിരായി നീങ്ങുന്ന ജനതയ്ക്ക് എത്ര വലിയ നാശമാണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഓർത്തു നോക്കൂ. 39 അധ്യായത്തിലും ഗോഗിനെതിരെയുള്ള പ്രവചനം തുടരുകയാണ്. ഇസ്രായേലിൻ്റെ പ്രബലനായ ഈ ശത്രുവിൻ്റെ നാശത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് 39 അധ്യായത്തിൽ കാണാൻ കഴിയും. അതിൻ്റെ 2 വാക്യം നോക്കിക്കാട്ടെ. 39:2, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഞാൻ നിന്നിൽ 1/6 ശേഷിപ്പിച്ച് എന്ന് നാം വായിച്ചല്ലോ. 6 വിധത്തിലുള്ള ബാധകളാൽ ദൈവം ഇവരെ ദണ്ഡിപ്പിക്കുന്നതിനെക്കുറിച്ച് 38 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. പകർച്ചവ്യാധി, രക്തം, പെരുമഴ, ആലിപ്പഴം അതായത് കൽമഴ, തീയ്, ഗന്ധകം എന്നീ വ്യാധികളാലാണ് ദൈവം അവരെ ന്യായം വിധിക്കുവാൻ പോകുന്നത്. സോദോമിനെയും ഗൊമോറയെയും ദൈവം ന്യായം വിധിച്ചതും ഈ വിധത്തിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ സോദോമിൻ്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. വടക്ക് നിന്നും തൻ്റെ ജനത്തിനെതിരായി വരുന്ന സൈന്യത്തെ ദൈവം നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതും ഈ വിധത്തിലാണ്. ഗോഗ് അല്ലെങ്കിൽ റോഷ് എല്ലായ്പ്പോഴും തന്നെ യഹൂദ വിരോധികളായിരുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും വെളിയിൽ ഏറ്റവും കൂടുതൽ യഹൂദർ ഇന്നുള്ളത് ഈ പറയുന്ന മേഖലയിലാണ്. അവരെ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങാൻ ഒട്ട് അനുവദിക്കുന്നില്ല എന്നത് വലിയ വിമർശനം ഉണ്ടാക്കുന്നതായ ഒരു വിഷയമാണ്. എന്നാൽ അന്ത്യനാളുകളിൽ തൻ്റെ ജനത്തോട് ഇടപെട്ടതിന് തക്കവണ്ണം ദൈവം ഈ രാജ്യത്തെ കൈകാര്യം ചെയ്യുന്നതാണ് അന്ത്യനാളുകളിൽ. ഇവിടെ നമുക്കൊരു വലിയ സന്ദേശമുണ്ട്. സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുവാൻ ദൈവം തയ്യാറായപ്പോൾ അബ്രഹാം വിചാരിച്ചത് അത് അനീതിയായിരുന്നു എന്നാണ്. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ നശിപ്പിക്കുമോ എന്ന്. അവിടെ 50 നീതിമാന്മാർ അല്ല, പിന്നെ 45 നീതിമാന്മാർ, അതുമല്ല പിന്നെ അത് 40 30 20 10 പേരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നാശത്തിൽ നിന്നും ഒഴിവാക്കുകയില്ലേ എന്ന്
അബ്രഹാം ദൈവത്തോട് ചോദിച്ചു. ദൈവം അതിന് മറുപടി പറഞ്ഞത്, ഇല്ല, 10 നീതിമാന്മാർ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ 10 നീതിമാന്മാരില്ലായിരുന്നു. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ലോത്തിനെ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ലോത്ത് അതിനകത്തു നിന്ന് പുറത്തു വരുന്നത് വരെ ദൈവം അതിനെ നശിപ്പിച്ചില്ല എന്ന് നാം കാണുന്നു. തൻ്റെ സഭയെ ഭൂമിയിൽ നിന്നും എടുക്കുന്നത് വരെ മഹാപീഡനം ഉണ്ടാകുകയില്ല, അഥവാ സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം ഇതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മഹാപീഡനം ഈ ലോകത്ത് അരങ്ങേറുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ വിശ്വാസികളും ഈ ലോകത്തിന് വെളിയിലായിരിക്കും. അവർ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളുടെ ഒരു രൂപരേഖ വരയ്ക്കുകയാണെങ്കിൽ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ഭൂമിയിൽ മഹാപീഡനം ആരംഭിക്കുന്നു. അതേസമയം തന്നെ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു. തുടർന്ന് 39-ാം അധ്യായം വരെ ഭൂമിയിൽ മഹാപീഡനമാണ്. ഈ സമയത്ത് സഭ കർത്താവിനോടുകൂടെയും മഹാപീഡനത്തിൻ്റെ ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. തുടർന്ന് ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നു. അന്ന് കർത്താവിൻ്റെ സ്ഥാനാപതിയായി ദാവീദ് സിംഹാസനത്തിലിരുന്ന് ഭൂമിയെ വാഴുന്നതാണ്. മഹാപീഡന കാലത്ത് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ അത്യന്തം ഭയാനകമായിരിക്കും. അതൊരു ഭീകര സമയമാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, അതെ, ക്രിസ്തുവിൻ്റെ സഭ ആ സമയത്തെ പീഡനങ്ങളിലൂടെ കടന്നു പോകുമെന്ന് ചിന്തിക്കാൻ നമുക്ക് ഒരു വിധത്തിലും കഴിയില്ല. ആ സമയത്ത് ഭൂമിയിൽ സാക്ഷികളായിരിക്കുന്നത് 1,44,000 യഹൂദന്മാരായിരിക്കുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനിയും യെഹെസ്കേൽ 39-ന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീയും എൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുക് മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. തൻ്റെ ജനത്തെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെ ദൈവം സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ്. മഹാപീഡന കാലത്തിൻ്റെ ശേഷിക്കുന്ന സമയത്തെ ഭരണം കൈയാളുന്ന ലോക ഭരണാധികാരി ആയിരിക്കും അന്തിക്രിസ്തു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ഭരണം അവസാനിപ്പിച്ച് തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ സഹസ്രാബ്ദ രാജ്യം അഥവാ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നതായി നാം കാണും. തികച്ചും ആശ്ചര്യകരങ്ങളായ ഈ സംഭവങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം നാം എടുക്കുന്നത് നന്നായിരിക്കും. 4 വലിയ പ്രവാചകന്മാരിൽ 3 പേരുടെ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ, അതായത് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ എന്നിവരുടെ പുസ്തകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ വെളിപ്പെടുന്നതായി കാണാം. ഇനി 4-ാമത്തെ വലിയ പ്രവാചകനായ ദാനിയേൽ അതിനെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നതാണ്. ഈ പ്രമാണങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ചും കാലത്തിന് അതീതമായ പ്രായോഗികതയുണ്ട്. ഞാനിവിടെ വിശ്വാസികളെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. യേശുവിനെ ഏകരക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് യേശുവിനോട് ചേർന്നുള്ള ജീവിതം നയിക്കുകയും ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെഹെസ്കേലിൽ ദൈവം ഇസ്രായേലിനോട് ഇടപെടുന്നതിനെക്കുറിച്ചാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ എന്ന് തന്നെയാണ് അർത്ഥം. അത് സഭയെ അർത്ഥമാക്കിക്കൊണ്ടല്ല. ഇത് നാം പ്രത്യേകം ഓർക്കണം. ചിലർ ഇതിനെ തെറ്റായി സഭയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ വ്യാഖ്യാനിക്കുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ദൈവം ഇസ്രായേലിനെക്കുറിച്ച് പറയുന്നതും ഈ പ്രവചനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കാൻ നമുക്ക് ദൈവത്തെ അനുവദിക്കാം. എന്താ, അനുവദിച്ചുകൂടെ? അതാകുന്നു ശരിയായ വ്യാഖ്യാനം. എന്നിരുന്നാലും നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ലോകത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു മോഡൽ എന്ന നിലയിൽ ഇതിൽ നിന്നും ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് ദൈവം ഇടപെടുന്നതിലെ പ്രമാണങ്ങൾ നിത്യമായതാണ്. അവ ദൈവത്തിൻ്റെ സ്വഭാവത്തോടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഗുണവിശേഷങ്ങളോടും ബന്ധപ്പെട്ടവയാണ്. യെശയ്യാവ്, യിരെമ്യാവ് എന്നീ പുസ്തകങ്ങളിൽ അവയിൽ ചിലത് നാം കാണുകയുണ്ടായി. ഇപ്പോൾ
യെഹെസ്കേലിൽ നിന്നും ചില നിർണയങ്ങൾ എടുത്തു കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെഹെസ്കേലിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ഊന്നൽ നൽകിയ മറ്റൊരു പ്രവാചകൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. അവൻ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ പ്രവാചകൻ കണ്ട വലിയ ദർശനം അതായിരുന്നു. അവൻ അതൊരിക്കലും മറന്നില്ല. നാമും അത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രവാചകൻ ദൈവത്തിൻ്റെ ന്യായവിധിക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, സംശയമില്ല. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ജനത്തോട് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അവർ തന്നിലേക്ക് മടങ്ങി വരുമെങ്കിൽ ദൈവം യെരൂശലേമിനെ നശിപ്പിക്കുകയില്ല എന്ന്. പക്ഷേ അവർ അവനെ കൂട്ടാക്കിയില്ല. യെരൂശലേം നശിപ്പിക്കപ്പെട്ടു. എന്നാൽ യെഹെസ്കേൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് അവർക്ക് പ്രോത്സാഹനം നൽകി. പ്രത്യാശയുള്ള ഭാവിയിലേക്ക് നോക്കുവാൻ അവൻ അവരോട് പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റൊരു ശത്രു ഇതാ വരുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യെരൂശലേമിനെ നോക്കി കർത്താവ് വിലപിച്ചു. കാരണം ചില വർഷങ്ങൾക്ക് ശേഷം റോമ ചക്രവർത്തിയായിരുന്ന തീത്തോസ് വന്ന പട്ടണത്തെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുമെന്ന് കർത്താവ് അറിഞ്ഞു. കഴിഞ്ഞ കാലത്ത്, അതായത് അതിനു മുമ്പ് നെബൂഖദ്നേസർ വന്ന് അതിനോട് ചെയ്തതുപോലെ തീത്തോസ് വന്ന് അതിനെ നശിപ്പിക്കുക തന്നെ ചെയ്തു. AD 70 അത് സംഭവിച്ചു എന്ന് നമുക്കറിയാം, ചരിത്രമാണ്. യെരൂശലേമിൽ കാര്യങ്ങൾ ആകെ മോശമായിരിക്കുന്നു. ആ പട്ടണം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കണമായിരുന്നു എങ്കിൽ കാര്യങ്ങൾ ശരിപ്പെടേണ്ടതുണ്ടായിരുന്നു. വ്യാജം പറയുന്നവർ അത് നിർത്തണം. മോഷ്ടാക്കൾ അത് ഉപേക്ഷിക്കണം. നിയമലംഘികൾ നിയമത്തെ അനുസരിക്കുന്നവരാകണം. നീതിമാന്മാർ ആ പട്ടണത്തിൽ വർദ്ധിച്ചു വരണം. അവർ നിർഭയരായിരിക്കണം. ദൈവത്തെ ആ ജനത അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ മാത്രമേ ആ ദേശത്തിന്മേൽ, അതായത് യെരൂശലേമിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വസിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനോ വ്യക്തിക്കോ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ആദ്യം നീതി അവിടെ പ്രബലപ്പെടേണ്ടിയിരിക്കുന്നു. അനീതിയുള്ള സമയത്ത് ഇതൊന്നും അനുഭവിക്കുവാൻ കഴിയില്ല. യെരൂശലേം തെറ്റിപ്പോയിരുന്നു. ജനങ്ങളുടെ ചിന്താഗതി തെറ്റായിരുന്നു. അവരുടെ പ്രവൃത്തികളും തെറ്റിപ്പോയിരുന്നു. അവർ പാപത്തിലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കുന്നതും ശരിയായ കാര്യമാകുന്നു. പാപത്തിൽ തുടർന്നാൽ ദൈവം അവരെ ഒരിക്കലും അനുഗ്രഹിക്കുകയില്ല. യെഹെസ്കേലിൻ്റെയും യിരെമ്യാവിൻ്റെയും പ്രവചനങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു തെളിവായിരിക്കുന്നു, അല്ലേ? നിങ്ങളിത് വീണ്ടും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെ പ്രാധാന്യമുള്ളതായി ഞാൻ കാണുന്നു. യിരെമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവം ആരെയും ന്യായം വിധിക്കാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നില്ല. താൻ യെശയ്യാവിനോട് പറഞ്ഞതുപോലെ ന്യായവിധി ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തിയാണ്. കഴിയുമെങ്കിൽ രക്ഷിക്കുക, ഇതത്ര ദൈവത്തിൻ്റെ പരിപാടി. ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യവർഗത്തോട് ദൈവം വളരെ തൽപരനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ ഒരു വലിയ പ്രസ്താവനയാണ് അവിടുന്ന് ജഡത്തിൽ വന്നു നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളത്. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെയും നമ്മോടുള്ള പ്രത്യേക പരിഗണനയുമാണ് കാണിക്കുന്നത്. യെരൂശലേം നശിപ്പിക്കപ്പെടുമെന്നുള്ളത് അവൻ്റെ ഹൃദയത്തെ തകർത്തു. നൂറ്റാണ്ടുകൾക്ക് മുൻപേ യിരെമ്യാവ് കരഞ്ഞതുപോലെ യേശുക്രിസ്തു യെരൂശലേമിനെ നോക്കി കരഞ്ഞു. യെഹെസ്കേലിൽ ആകെ വ്യത്യസ്തമായ ചിലതാണ് നാം കാണുന്നത്. യെരൂശലേം നശിപ്പിക്കപ്പെട്ട അതേ നിമിഷത്തിൽ യെഹെസ്കേലിൻ്റെ ഭാര്യ മരിച്ചു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അവളെക്കുറിച്ച് ദുഃഖിക്കുകയോ വിലപിക്കുകയോ ചെയ്യരുതെന്ന് ദൈവം പ്രവാചകനെ വിലക്കി. ഒന്നും സംഭവിക്കാത്തതുപോലെ ആ സമയത്ത് അവൻ അഭിനയിക്കേണ്ടതായി വന്നു. എത്ര വിചിത്രമല്ലേ? കർത്താവ് യെരൂശലേമിനെ നോക്കി കരഞ്ഞു, പക്ഷേ അവൻ വിലാപം കഴിച്ചില്ല. താൻ ചെയ്തതിനെക്കുറിച്ച് അവൻ അനുതപിച്ചില്ല. കാരണം താൻ ചെയ്തത് തികച്ചും ശരിയായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെയാണ് ദൈവം യെരൂശലേമിനെ ശിക്ഷിക്കുന്നത്. എന്നാൽ തൻ്റെ സ്വഭാവത്തോട് യോജിക്കുന്ന വിധത്തിൽ ദൈവം അത് ചെയ്യുകയായിരുന്നു. അനീതിയെ തനിക്ക് കണ്ണടച്ച് വിടുവാനാവില്ലല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും ശരിയായിരിക്കും. അതുകൊണ്ട് താൻ ചെയ്തതൊക്കെയും നീതിയാകുന്നു എന്ന് റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു. അവിടെ പൗലോസ് ചോദിക്കുന്നു, ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല എന്ന്. നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അനീതിയില്ല. ദൈവം ചെയ്യുന്നത് എന്തും നീതിയാകുന്നു. ന്യായവിധിയിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാകുന്നു ദൈവം ചെയ്യുന്നത്.
വീണ്ടെടുപ്പിലൂടെ തൻ്റെ കൃപ അവൻ വെളിപ്പെടുത്തി. ദൈവം നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയില്ലായിരുന്നെങ്കിൽ നാം എന്തൊക്കെ ചെയ്താലും ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. 38 39 അധ്യായങ്ങളിൽ വടക്കു നിന്നുള്ളൊരു രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നതാണ് നാം കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അത് റോഷ് അല്ലെങ്കിൽ ഗോഗ് ആയിരിക്കുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് റഷ്യ ആയിരിക്കുന്ന ആ പ്രദേശങ്ങൾ പല തെളിവുകളിലൂടെ ഞാനത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയല്ലോ. എന്നാൽ ഭാവിയിൽ അതിനെ ദൈവം നശിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ പ്രദേശത്തെ. ഇവിടെയുള്ള ചോദ്യം, എന്തിനാണ് ദൈവം ഈ പ്രത്യേക രാഷ്ട്രത്തെ നശിപ്പിക്കുന്നത് എന്നാണ്. 38 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ ഒരിക്കൽ കൂടി ആ ഭാഗം നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണേണ്ടതിന് ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരുത്തും. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൻ അവരെ നശിപ്പിക്കുവാൻ പോവുകയാണ്. ദൈവം ഇങ്ങനെ ചെയ്യുമോ എന്ന് ചിലർ അതിശയിച്ചേക്കാം. നിശ്ചയമായും താൻ അത് ചെയ്യും. അടുത്ത 2 വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 39 അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. 39ൻ്റെ 6ഉം 7ഉം. മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും. ഞാൻ യഹോവ എന്നവർ അറിയും. ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധനാമം എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന് ജാതികൾ അറിയും. ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ. മാഗോഗിലും തീരപ്രദേശങ്ങളിലും സുരക്ഷിതരെന്ന് കരുതി പാർക്കുന്നവരുടെ ഇടയിലേക്ക് താൻ തീ അയക്കുമെന്ന്. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടായേക്കാം, ഇന്ന് ദൈവം എവിടെയാണ് എന്ന്. ഇക്കാലത്ത് തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രതികാരത്തിനായി മുമ്പോട്ട് വരുന്നില്ല എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? സുവിശേഷത്തിനായി ജീവൻ വെച്ചുകൊടുത്ത എത്രയോ ദൈവമക്കളുടെ സംഭവങ്ങൾ, ജീവിതങ്ങൾ ഇന്ന് നാം കേൾക്കുന്നു. പീഡനമേറ്റവർ, തീക്കിരയായവർ, നാടുകടത്തപ്പെട്ടവർ, ജയിലിലടയ്ക്കപ്പെട്ടവർ, ഇങ്ങനെ എത്രയെത്ര കഥകൾ. പീഡകർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ നാം താല്പര്യത്തോടെ വാർത്തകളിൽ പരതാറുണ്ട്. പീഡിപ്പിച്ചവൻ പിന്നെയും അത് തുടരുകയാണ്. ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ ത്യാഗത്തോടെ മുന്നേറുന്നവർ പിന്നെയും പിന്നെയും ആക്രമിക്കപ്പെടുകയാണ്. എന്തൊരു അനീതിയുള്ള ലോകമല്ലേ! ഈ ലോകത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ഭയം തീരെ നഷ്ടമായിരിക്കും. ദൈവം എന്തുകൊണ്ട് ഈ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നില്ല? അതെ, സമയമാകുമ്പോൾ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. എന്നാൽ ഒരിക്കലും അത് പകവീട്ടലിൻ്റെയോ ക്ഷിപ്രകോപത്തിൻ്റെയോ നിരപരാധിത്വം തെളിയിക്കുന്നതിൻ്റെയോ രീതിയിലായിരിക്കില്ല. പിന്നെയോ അവിടുന്ന് ന്യായം വിധിക്കുന്നതാണ്. ദൈവം അങ്ങനെ ന്യായം വിധിക്കുമ്പോൾ ലോകത്തിന് ദൈവത്തോട് ആദരവും ബഹുമാനവും കൂടി വരികയുള്ളൂ. ചെറിയ മനുഷ്യൻ അന്ന് ദൈവത്തിന് മുന്നിൽ ശിരസ് നമിക്കും. മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ കോപിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. റോമാലേഖനം 2 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? ഇല്ല, മനുഷ്യൻ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. എബ്രായലേഖനം 2 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്നത്രേ. ദൈവത്തിന് പോലും ഉത്തരം നൽകാൻ കഴിയാത്തൊരു ചോദ്യമാകുന്നു ഇതെന്ന് ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയല്ല. ഇത്ര വലിയ രക്ഷയെ നിരസിച്ചാൽ പിന്നെ എങ്ങനെ നാം തെറ്റിയൊഴിയും? അതെ, പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ വേറെ യാതൊരു വഴിയുമില്ല. അതുകൊണ്ടാണ് നരകം എന്നതൊരു യാഥാർത്ഥ്യം, തികഞ്ഞ യാഥാർത്ഥ്യമാകുന്നു. നിങ്ങൾക്കതിനെ ഏതു വിധത്തിലും വ്യാഖ്യാനിക്കാം. എന്നാൽ വിശുദ്ധനായ ദൈവം തന്നോട് മത്സരികളായി രക്ഷയെ തള്ളിക്കളഞ്ഞവരെ ഒടുവിൽ ഇട്ടുകളയുവാൻ പോകുന്നത് അവിടെയാണ്. അറിഞ്ഞുകൊണ്ട് തൻ്റെ വിശുദ്ധ നാമത്തെ നിന്ദിച്ചവരെ, അഹങ്കാരത്തോടെ പാപത്തിൽ ജീവിച്ചവരെ, സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മൃഗങ്ങളെപ്പോലെ അധാർമികതയിൽ ജീവിച്ചവരെ, ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കുവാനായി ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കുന്നതിനായി നിക്ഷേപിക്കുന്ന സ്ഥലമാണ് നരകം. അത് തികച്ചും ഭയാനകവും ഭീകരവുമായ സ്ഥലമാണ്.
സുഖിക്കാൻ ആരും അവിടെ പോകാറില്ല. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത്? സ്നേഹത്തിലാണോ? തൻ്റെ പുത്രനെ നൽകിയതിലൂടെ ദൈവം ഇന്ന് തൻ്റെ സ്നേഹം നമ്മിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. അവൻ്റെ നാമം ധരിച്ചവർ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. അതെ, അവൻ്റെ നാമത്തിൽ എങ്ങനെയും ജീവിക്കാൻ കഴിയില്ലെന്ന് നാം അറിയേണ്ടതുണ്ട്. അവനോട് നാം നിസാരമട്ടിൽ ഇടപെടാനായി ശ്രമിച്ചാൽ അത് സാധ്യമല്ല. നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനും കഴിയില്ല. നമ്മുടെ ദൈവം വിശുദ്ധനാകുന്നു. പാപത്തിൽ തുടരാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ സാധിക്കുമെങ്കിൽ ദൈവത്തിന് നമ്മിൽ നിന്നും എന്ത് വിശേഷതയാണുള്ളത്? മനുഷ്യൻ കേവലം ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവത്തിൻ്റെ ഹിതം നിത്യമായതാണ്. അതുകൊണ്ട് നമ്മുടെ ശരിയായ സ്ഥിതി അവന് മുമ്പിൽ തലകുനിക്കുക മാത്രമാണ്. നമുക്കുള്ള ഏക സ്വാതന്ത്ര്യം ദൈവഹിതം ചെയ്യുക മാത്രമാണ്. നാം പൊടി എന്നവൻ ഓർക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടി. അതെ, നാം നിസ്സഹായരാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ചെന്ന് നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മെ സഹായിച്ച് നമ്മെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രംഗങ്ങളിലാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തൻ്റെ മഹത്വത്തോടുകൂടെ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തെ അറിയാത്തവരും അനുസരിക്കാത്തവരും ദൈവസന്നിധാനം വിട്ടകന്ന് നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരും. അതവർക്ക് പ്രതികാരത്തിൻ്റെ ദിനങ്ങളായി മാറ്റപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന് അത് ആശ്വാസത്തിൻ്റെ ദിനങ്ങളായിത്തീരും. അവിടുന്ന് സകലവും പുതുതാക്കി തീർക്കുന്ന ആ സുദിനം ആസന്നമായിരിക്കുന്നു.